എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 25, 26 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 2 ശ്ലോകങ്ങളിലും ഉപജാതിവൃത്തം തന്നെയാണുള്ളത്. ഭഗവാൻ ബ്രാഹ്മണനോട്, തന്നെ കാണാനായിട്ട് ദൂരയാത്ര കഴിഞ്ഞു വന്ന ബ്രാഹ്മണനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടത്. അതിൻ്റെ തുടർച്ച തന്നെയാണ്. നമുക്ക് ആദ്യം 25ാമത്തെ ശ്ലോകം നോക്കാം. മഹീതലേ വാ ഭുവനാന്തരേ വാ സമീഹിതം തേ സഹസാ വിധാസ്യേ ആപൂരണേ സാധു സമീഹിതാനാം ന കാലഹാനിം യദവസ്സഹന്തേ. ആദ്യം പദച്ഛേദം പറയാം. മഹീതലേ വാ ഭുവനാന്തരേ വാ സമീഹിതം തേ സഹസാ വിധാസ്യേ ആപൂരണേ സാധു സമീഹിതാനാം ന കാലഹാനിം യദവ സഹന്തേ. വളരെ കുറച്ചേ ഉള്ളൂ പദച്ഛേദം ചെയ്യാൻ. വളരെ ലളിതമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ ബ്രാഹ്മണനോട് ഭഗവാൻ പറയുകയാണ്, അങ്ങ് വന്നതുകൊണ്ട് കുലവും ഞങ്ങളെല്ലാവരും അച്ഛനമ്മമാരും ഒക്കെ ധന്യരായി എന്ന് പറഞ്ഞിട്ട് പറയാണ്. മഹീതലേ, ഈ ഭൂമിയിൽ എവിടെയുള്ളതായാലും, മഹീതലേ വാ, ഇനി അങ്ങനെയല്ല, ഭുവനാന്തരേ വാ, ഇനി ഈ ഭൂമിയിലെന്നൊന്നും വിചാരിക്കേണ്ട, ലോകത്തിൻ്റെ ഏതൊരു കോണിലായാലും വാ, അതാണ് ഭുവനാന്തരേ വാ തേ സമീഹിതം, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങയ്ക്ക് എന്താണോ കിട്ടണമെന്ന് വിചാരിക്കുന്നത്. സമീഹിതം എന്ന് പറഞ്ഞാൽ മോഹിച്ചിട്ട്, അങ്ങ് എന്തോ ഒരു ആഗ്രഹവുമായിട്ടാണല്ലോ അപ്പോൾ എന്നെ കാണാൻ വന്നിരിക്കുന്നത്. ആ മോഹം അത് എന്തു ചെയ്തു തരും? സഹസാ വിധാസ്യേ, എത്രയും പെട്ടെന്ന് ഞാൻ നടത്തി തരും. അങ്ങ് എന്താണോ ആഗ്രഹിക്കുന്നത്, ഇവിടെ എവിടെയാണ് അത് കിട്ടാനുള്ളത്? ഇനി ഇവിടെ നിന്നല്ല, ലോകത്തിൻ്റെ ഏതൊരു കോണിലായാലും ഈ പ്രപഞ്ചത്തിൻ്റെ ഏതൊരറ്റത്തായാലും ഞാൻ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു തരും. അതിനൊരു താമസവുമില്ല. സഹസാ വിധാസ്യേ, വേഗം തന്നെ അതൊക്കെ ചെയ്തു തരും. എന്നിട്ട് പറയാണ്, ഇത് ഞാൻ പറയണ ഒരു വാക്കാണ്. അതോടൊപ്പം തന്നെ ഞാനൊരു യദുവംശത്തിലെ രാജകുമാരനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ യാദവന്മാരുടെ ഒരു സ്വഭാവ സവിശേഷതയായിട്ട് കൂടി അത് പറയാണ്. സാധു സമീഹിതാനാം ആപൂരണേ കാലഹാനിം യദവ ന സഹന്തേ. ഇനി യാദവനായിട്ടുള്ള ഞാൻ ഇങ്ങനെ പറഞ്ഞത് വെറുതെ അല്ല, യാദവന്മാരുടെ ഒരു സ്വഭാവമാണത്. എന്താണത്? സാധു സമീഹിതാനാം, സാധു സമീഹിതങ്ങൾ, നല്ല നല്ല മോഹങ്ങൾ, നല്ല വസ്തുക്കൾ, അതായത് വേറൊരാളെ വധിക്കണം, ആളെ ഇല്ലാതെയാക്കണം, വേറൊരാളുടെ രാജ്യം തട്ടിപ്പറിക്കണം തുടങ്ങിയിട്ടുള്ളതായ ദുഷ്ടചിന്തകളല്ല, നല്ല നല്ല കാര്യങ്ങൾ, അവരവരുടെ ജീവിതത്തിന് ഉതകുന്നത്, മറ്റുള്ളവർക്ക് നന്മയുണ്ടാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് സാധു സമീഹിതങ്ങൾ. നല്ല നല്ല ആഗ്രഹങ്ങളൊക്കെ തന്നെ അവയുടെ ആപൂരണേ, അവയെ പൂരണം ചെയ്യുന്നതിൽ, അത് സാധിപ്പിച്ചു തരുന്നതിൽ എന്നർത്ഥം. കാലഹാനിം, സമയം വൈകുക എന്നുള്ളത് യദവ ന സഹന്തേ, യാദവന്മാർക്ക് പറഞ്ഞു വച്ചിട്ടുള്ളതല്ല. യാദവന്മാരങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വൈകി എന്ന് പറഞ്ഞു കേൾക്കാൻ സാധ്യതയില്ല. ഇവിടെ ഒരു അർത്ഥാന്തരന്യാസ അലങ്കാരമാണ്. സാമാന്യമായിട്ട് യാദവന്മാരുടെ ഒരു സ്വഭാവം 2ാമത്തെ വരിയിൽ പറഞ്ഞു, യാദവനായിട്ടുള്ള തൻ്റെ സ്വഭാവം ആദ്യത്തെ വരിയിൽ പറഞ്ഞു. അത് ഇതിനെയാണ് വിശേഷമായിട്ടുള്ളൊരു ഉക്തിയെ, ഭഗവാൻ ഒരു യാദവ കുമാരനായതുകൊണ്ട് ആ വിശേഷോക്തിയെ സാമാന്യം കൊണ്ട് യാദവന്മാരുടെ ഒരു പൊതു സ്വഭാവം കൊണ്ട് സമർത്ഥനം ചെയ്യാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്യണു എന്നുള്ളൊരു അഹങ്കാരമൊന്നും അതിൽ പറയാനില്ല. യാദവന്മാർ പൊതുവെ എങ്ങനെയാണെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ വേഗം അത് നടപ്പിൽ വരുത്തും. ഞാനെന്നല്ല, അതായത് അവരവർക്ക് വേണമെന്നല്ല, വേറൊരാൾ ആ ഒരു ആഗ്രഹം വന്ന് അവതരിപ്പിച്ചാലും അവർക്ക് വേണ്ടിയിട്ടും അധ്വാനിക്കാൻ, അവർക്ക് വേണ്ടിയിട്ടും പുറപ്പെടാൻ യാതൊരു മടിയും ഇല്ലാത്തവരാണ് യാദവന്മാർ. അതുകൊണ്ട് എന്താണ് അങ്ങേക്ക് ആവശ്യമുള്ളത്, ഈ ലോകത്തിൻ്റെ ഏതൊരറ്റത്തായാലും അത് പോയി സമ്പാദിച്ചിട്ട് അങ്ങേക്ക് തരുന്നതായിരിക്കും. അങ്ങ് എന്താണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്നാണ് ഇവിടെ പറയണത്. ഇവിടെ ശ്രീകൃഷ്ണൻ അവരവരുടെ മിടുക്ക്, തൻ്റെ മിടുക്ക് എന്നുള്ള രീതിയിലൊന്നും പ്രതിപാദിച്ചിട്ടില്ല. വളരെ വിനയത്തോടു കൂടിയിട്ടാണ് ബ്രാഹ്മണനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കേട്ടപ്പോൾ എന്താണ് ബ്രാഹ്മണൻ്റെ മനസ്സിലുണ്ടായത് എന്നുള്ളതാണ് 26ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ശ്ലോകം നോക്കൂ. ഇത്യച്യുതസ്യാദരമീക്ഷമാണോ മനീഷിതം പാണിഗതം സമേനെ പര്യശ്രുരാഭാഷത ച ദ്വിജന്മ
വാഗ്ഭി പ്രഹർഷസ്ഖലദക്ഷരാഭി. നമുക്കാദ്യം പദച്ഛേദം നോക്കാം. ഇതി അച്യുതസ്യ ആദരം ഈക്ഷമാണ മനീഷിതം പാണിഗതം സ മേനെ പര്യശ്രു അഭാഷത ച ദ്വിജന്മാ വാഗ്ഭി പ്രഹർഷസ്ഖലദക്ഷരാഭി. ഇവിടെ ബ്രാഹ്മണന് പെട്ടെന്ന് തന്നെ ഭഗവാന്റെ ഈ വാക്കുകളൊക്കെ കൂടി കേട്ടപ്പോൾ സന്തോഷാശ്രുക്കൾ അങ്ങോട്ട് വന്ന് നിറഞ്ഞു കണ്ണിൽ. അതാണ് പര്യശ്രു എന്നൊക്കെ പറഞ്ഞത്. നമുക്ക് അന്വയത്തിലേക്ക് കടക്കാം. ഇതി ഇപ്രകാരം അച്യുതസ്യ അച്യുതൻ്റെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആദരം ഈക്ഷമാണ്, ഒരു പരിചയവുമില്ലാത്ത ബ്രാഹ്മണനാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അത്രയേ ഉള്ളൂ ഒരു കയറി ചെല്ലാനുള്ള ആകെ കൂടി ഒരു വഴി കണ്ടുപിടിച്ചത്. ബ്രാഹ്മണന് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിച്ചത് തൻ്റെ ഈ ബ്രാഹ്മണത്വം കൊണ്ടാണ്. അതിനെയാണ് ഭഗവാൻ ബഹുമാനിക്കണതും. ആ ഒരു ആദരവ് കണ്ടിട്ട് അച്യുതസ്യ ആദരം ഈക്ഷമാണ് സ, അങ്ങനെയുള്ള ആ ബ്രാഹ്മണൻ പര്യശ്രു. പര്യശ്രു എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്ന് ഇടതടവില്ലാതെ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കണ്ണീരോട് കൂടിയിട്ട്. കണ്ണീര് വന്നത് സങ്കടം കൊണ്ടല്ല, എന്താ ഒരു വിനയം, എന്തൊരു ആദരവാണ്, ഇങ്ങനെ തന്നെ വേണം ഒരാളുമായിട്ട് ഇടപെടാൻ എന്നുള്ള തോന്നൽ. തന്നെ ഇത്രയ്ക്കൊക്കെ പരിഗണിക്കുന്നുണ്ടല്ലോ, യാതൊരു പരിചയവുമില്ല എങ്കിലും എന്നോ പരിചയം വന്ന് ഭവിച്ച ഒരാളോട് സംസാരിക്കണ പോലെയാണ് ഭഗവാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൂടി ആലോചിച്ചിട്ടാണ് ബ്രാഹ്മണൻ്റെ കണ്ണിൽ നിന്നും ധാരധാരയായിട്ട് കണ്ണീര് വന്നത്. അതാണ് സ പര്യശ്രു. പരിത അശ്രു എന്നാണ് പര്യശ്രു. പരിതോ അശ്രൂണി. കണ്ണിൽ നിന്നിങ്ങനെ ഒന്നോ രണ്ടോ തുള്ളിയൊന്നുമല്ല, നിറയെ ധാരധാരയായിട്ട് ഒഴുകി എന്നുള്ള അർത്ഥത്തിലാണത് പ്രയോഗിച്ചിരിക്കുന്നത്. അതാണ് പര്യശ്രു. ദ്വിജന്മാ, അങ്ങനെയുള്ള ആ ബ്രാഹ്മണൻ മനീഷിതം പാണിഗതം മേനെ. അദ്ദേഹം എന്താ വിചാരിച്ചത്? മനീഷിതം, തൻ്റെ മനസ്സിൽ കണ്ടത് ഇപ്പോൾ എവിടെ എത്തി? പാണിഗതം, കയ്യിലെത്തി. അതായത് ഇനി എങ്ങനെ ഇത് അവതരിപ്പിക്കണം, ഭഗവാനോട് ഇതെങ്ങനെ പറയണം എന്നുള്ളതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഇങ്ങനെ പറഞ്ഞത്. ഈ ലോകത്ത് എവിടെയുള്ളൊരു സാധനം വേണമെങ്കിലും ഞാൻ അങ്ങയുടെ കയ്യിൽ കൊണ്ടെത്തിക്കാം എന്ന് പറഞ്ഞപ്പോൾ കുറേ അധികം ലഘുവായി മനസ്സ്. ഇനി എന്ത് വേണമെങ്കിലും പറയാമല്ലോ, പ്രത്യേകിച്ചൊരു പെൺകുട്ടിയുടെ കാര്യമൊക്കെയാണ് പറയാൻ പോണതേ, രുക്മിണിയുടെ കാര്യമാണല്ലോ പറയണത്. അത് പറഞ്ഞു തുടങ്ങാൻ ബ്രാഹ്മണനും ഉണ്ട് ചെറിയൊരു വിഷമം. പക്ഷേ പറയേണ്ടതുണ്ട് താനും. രാജകുമാരി വളരെ സ്നേഹത്തോടും ആദരവോടും കൂടിയിട്ട് തൻ്റെ രാജ്യത്ത് നിന്നും ഭഗവാനെ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ്. അത് അറിയിക്കേണ്ടത് ബ്രാഹ്മണൻ്റെ ചുമതലയാണ്. പക്ഷേ എങ്ങനെ അത് പറഞ്ഞു ഫലിപ്പിക്കുമെന്ന് പേടിച്ചിരിക്കുമ്പോഴാണ് ഭഗവാൻ വലിയൊരു ഓഫർ ഇങ്ങോട്ട് കൊടുത്തത്. എന്താച്ചാൽ പറഞ്ഞോളൂ, ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു കേട്ടതോട് കൂടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ടാണ് കണ്ണുനീരൊക്കെ വന്നത്. അങ്ങനെ മനീഷിതം പാണിഗതം എന്നുള്ളതിന് മനസ്സിൽ കരുതിയപ്പോഴേക്കും അത് കയ്യിലെത്തി. മലയാള ഭാഷയിൽ ചില പ്രയോഗങ്ങളുണ്ടല്ലോ, മനസ്സിൽ കാണുമ്പോഴേക്കും ഞാൻ മരത്തിൽ കണ്ടു, അല്ലെങ്കിൽ ഞാൻ മാനത്ത് കണ്ടു എന്നൊക്കെ പറയണത്. അതായത് അതിനെ പറ്റിയിട്ടൊരു മുൻപേ തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്താ പറയാൻ പോണത് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ ഉദ്ദേശിച്ചത്. മനസ്സിൽ കണ്ടപ്പോഴേക്കും അത് കയ്യിലെത്തി. അത് കുറച്ചുകൂടി എളുപ്പമായി അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ എന്ന തോന്നൽ ബ്രാഹ്മണനുണ്ടായി. അതാണ് മനീഷിതം പാണിഗതം മേനെ. അതിനുശേഷം മേനെ എന്ന് വെച്ചാൽ അങ്ങനെ ആലോചിച്ചു. അതിനുശേഷം പ്രഹർഷസ്ഖലദക്ഷരാഭി വാഗ്ഭി അഭാഷത ച. പ്രഹർഷസ്ഖലത്, സന്തോഷം കൊണ്ട് തെറ്റിപ്പോകുന്നതായ, അല്ലെങ്കിൽ സന്തോഷവും സങ്കടവും വികാരങ്ങൾ വന്ന് നിറയുമ്പോൾ, മനസ്സിൽ വന്ന് നിറയുമ്പോൾ വാക്കുകൾ പറയുമ്പോൾ ചെറിയ തെറ്റുകളോ അല്ലെങ്കിൽ ഒച്ചയിലെ ചില ഭേദങ്ങളൊക്കെ ഉണ്ടാവും. സന്തോഷമായാലും സങ്കടമായാലും മനസ്സിലുണ്ടാകുമ്പോൾ അതിനനുസരിച്ചാണ് വാക്കുകൾ പുറത്തേക്ക് വരിക. ഇവിടെ സന്തോഷം കൊണ്ട്, അതാണ് സന്തോഷം വന്ന് ഭവിച്ചത് കൊണ്ട്, പ്രഹർഷമുണ്ടായത് കൊണ്ട് സ്ഖലനം വന്നു പോയതായ, സ്ഖലിച്ചു പോയതായ, തെറ്റിപ്പോയതായ അക്ഷരാഭി. അക്ഷരാഭി എന്നുള്ളത്, അക്ഷര എന്നുള്ള വാക്കിൻ്റെ വിശേഷണമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള വാക്കുകളാൽ, ശരിക്കും അക്ഷരം എന്നാണ് നപുംസകലിംഗ പദമാണ്. പക്ഷേ അക്ഷരാഭി വാഗ്ഭി എന്ന് പറയുമ്പോൾ വാക്കുകളുടെ വിശേഷണം എന്നുള്ള നിലയ്ക്കാണ്. വാക്ക് സ്ത്രീലിംഗ പദമാണ്, അതുകൊണ്ടാണ് അക്ഷരാഭി എന്ന് തന്നെ പറഞ്ഞത്. പ്രഹർഷസ്ഖലദക്ഷരാഭി വാഗ്ഭി അഭാഷത ച. ഇപ്രകാരം ബ്രാഹ്മണൻ ഭഗവാനോട് പറയുകയും ചെയ്തു. എന്താണ് പറഞ്ഞത് എന്നുള്ളത് അടുത്ത ദിവസം നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. മഹീതലേവാ ഭുവനാന്തരേവാ
സമീഹിതം തേ സഹസാ വിധാസ്യേ ആപൂരണേ സാധു സമീഹിതാനാം ന കാലഹാനിം യദവസഹന്തേ ഇത്യച്യുതസ്യാദരമീക്ഷമാണോ മനീഷിതം പാണിഗതം സമേനെ പര്യശ്രുരാഭാഷത ച ദ്വിജന്മ വാഗ്ഭിപ്രഹർഷസ്ഖലദക്ഷരാഭി. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങൾ. ഭഗവാനോട് ഇനി ബ്രാഹ്മണൻ സംസാരിക്കാൻ പോവുകയാണ്. ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ വളരെ കുറച്ചേ ഉണ്ടായുള്ളൂ. പെട്ടെന്ന് കാര്യം അറിയണമല്ലോ എന്നുള്ളത് കൊണ്ട് 2 ശ്ലോകങ്ങളെ കൊണ്ടാണ് ബ്രാഹ്മണനോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത്. ഇനി അതിനുള്ള മറുപടി എന്തൊക്കെയാണ് പറയണത് എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ നോക്കാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.